ജനമാകെ നിന്നെയും തേടി ഗംഗാവാലിപ്പുഴയിലായി. നിന്റെ ജീവൻ തേടി ഞങ്ങൾ രാവും പകലും ഇറങ്ങിയില്ലേ. എന്നിട്ടും നിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് ആയില്ലല്ലോ. എന്നിട്ടും നിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് ആയില്ലല്ലോ. നാടാകെ വിതുമ്പിക്കരഞ്ഞു, വീട്ടുകാരുമാകെ തളർന്നു. ഓരോ ദിവസം കഴിയും തോറും വേദന ഉള്ളിൽ കൂടി മുത്തേ. നീ വരും ജീവനോടെന്ന് കേരളമെമ്പാടും ചൊല്ലിയില്ലേ. നീ വരും ജീവനോടെന്ന് കേരളമെമ്പാടും ചൊല്ലിയില്ലേ. കുടുംബം പോറ്റാനായി നീ രാവും പകലോടി നടന്നു. ഉള്ളിലെ വേദനയെല്ലാം നെഞ്ചിലൊതുക്കി നടന്ന ചങ്കേ. പുലരും നേരത്ത് നിന്നെ കാത്തിരുന്നത് ഈ വിധിയോ. പുലരും നേരത്ത് നിന്നെ കാത്തിരുന്നത് ഈ വിധിയോ. വാർത്തകൾ ലോകം പരന്നു, ഉരുൾപൊട്ടലാണെന്നറിഞ്ഞു. വാർത്തകൾ കേൾക്കും തോറും നെഞ്ചിനിടുപ്പ് കൂടി മുത്തേ. നിനക്കൊരു ആപത്തും വരുത്തല്ലെന്ന് പ്രാർത്ഥിച്ചില്ലേ. നിനക്കൊരു ആപത്തും വരുത്തല്ലെന്ന് പ്രാർത്ഥിച്ചില്ലേ. ദൈവമേ അർജുന കാക്ക് നാടാകെ പ്രാർത്ഥിച്ചതല്ലേ. എന്നിട്ടും ദൈവമേ നിങ്ങൾ കൈവെടിഞ്ഞു കളഞ്ഞില്ലേ. തോരാത്ത കണ്ണീരിൽ മുക്കി ദൈവമേ നിങ്ങളും കൈവിട്ടില്ലേ. കുടുംബത്തിൻ പ്രതീക്ഷകളും പാടെ നിങ്ങൾ തകർത്തില്ലേ. നമ്മുടെ അർജുന് വേണ്ടിയിട്ട് ഒരു സഹോദരൻ പാടിയ പാട്ടാണിത്. സത്യം പറഞ്ഞാൽ കേട്ടപ്പോ വല്ലാത്തൊരു സങ്കടം തോന്നി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള വാർത്തകൾ കേട്ടപ്പോ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയിലായിരുന്നു. ഇന്ന് അർജുനെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. പക്ഷെ ഇപ്പൊ താൽക്കാലികമായിട്ട് ആ തെരച്ചിൽ അവിടെ നിന്ന് നിർത്തിവെച്ചു. നാളെ രാവിലെ വീണ്ടും തുടങ്ങും. കാരണം ആ തെരച്ചിൽ നടത്തുന്ന ഇടത്ത് ഹിറ്റാച്ചി കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് കല്ല് കാര്യങ്ങളൊക്കെ നിരത്തി റെഡിയാക്കാനുണ്ട്. അല്ലാതെ ഇത്രയും വലിയൊരു വണ്ടി അവിടെ പോകുമ്പോൾ പിന്നെ ഇടിഞ്ഞു വീഴാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി 11 മണിയുടെ ഉള്ളിൽ ആ കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് കല്ലൊക്കെ നിരത്തി ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം നാളെ രാവിലെ വീണ്ടും തെരച്ചിൽ തുടങ്ങും. എന്തായാലും നാളെ അർജുനെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയാണ്. കാരണം ലോകമെമ്പാടുമുള്ള എല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നുണ്ട് അർജുൻ എന്ന സഹോദരനെ തിരിച്ചു കിട്ടാൻ വേണ്ടി. അത് ജീവനോടെ അവരുടെ കുടുംബത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെയാണ്.